ഒരു സ്റ്റുഡൻറ് വിസയിൽ പോകണമെന്ന് വിചാരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അവർക്ക് ഡൗട്ട് ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഏത് രാജ്യം തിരഞ്ഞെടുക്കണം, അതുപോലെ തന്നെ ഏത് യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കണം, ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്നുള്ളതൊക്കെ. ഇങ്ങനെ വിദേശത്തേക്ക് പഠിക്കാൻ പോകണമെന്ന് വിചാരിക്കുന്ന ആളുകളുടെയൊക്കെ ആഗ്രഹം അവിടെ തന്നെ ഒരു ജോലി വാങ്ങിയിട്ട് സെറ്റിൽ ആവണം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ ചിലവിൽ ഒരു കോഴ്സ് പൂർത്തീകരിക്കുക, ഏതെങ്കിലും അതിനനുസരിച്ചിട്ടുള്ളൊരു കോഴ്സ് എടുക്കുക എന്നുള്ളതിനേക്കാൾ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ആ ഒരു കോഴ്സ് നമുക്ക് പറ്റുന്നതാണോ, അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് കൊണ്ട് നമുക്ക് നമ്മളുടെ ഫ്യൂച്ചറിൽ പ്രാധാന്യം ഉണ്ടാവുന്നതാണോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ഇനിയൊരു രാജ്യം തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിലും ആ രാജ്യത്തിൻ്റെ പല കാര്യങ്ങളും നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയുള്ള ഇപ്പോൾ ഒരു സ്റ്റുഡൻറ് വിസയിൽ പോണ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നന്നായിട്ട് അവർക്ക് വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ പറ്റുന്ന 5 രാജ്യങ്ങൾ ഏതൊക്കെയാണ് നോക്കി നോക്കാം. Hi everyone, it's Mishyam and this is Wayfarer Insights. ഈ ഒരു 5 രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഏറ്റവും ഫസ്റ്റുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് UK തന്നെയാണ്. അതായത് ഹയർ എഡ്യൂക്കേഷനായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞെടുക്കുന്ന ഒരു രാജ്യമാണ് UK എന്ന് പറയുന്നത്. ആദ്യകാലങ്ങളിലൊക്കെ വളരെ കർശനമായ വ്യവസ്ഥകളാണ് സ്റ്റുഡൻറ് വിസ ലഭിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അത്രയ്ക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, നിയമങ്ങളൊക്കെ കുറച്ച് ഈസി ആയിട്ടുണ്ട്. ഒരു പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ വേണ്ടിയിട്ട് UK എത്തുന്നവർക്കായിട്ട് ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർക്ക് അവരുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സിൻ്റെ കാലാവധി ആയിരിക്കും വിസയുടെ കാലാവധി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ് ജോലി കണ്ടെത്താനായിട്ട് രാജ്യത്ത് തുടരുവാൻ നിശ്ചിത വർഷത്തേക്ക് സ്റ്റേ ബാക്ക് ഓപ്ഷനും രാജ്യം നൽകുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു 1 ഇയർ 2 ഇയറും നമുക്ക് UK നിൽക്കാൻ പറ്റും. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് IELTS നിർബന്ധമൊന്നും പറയണില്ല. ബിക്കോസ് നമുക്കിപ്പോൾ നമ്മളുടെ +2 അല്ലെങ്കിൽ നമ്മളുടെ ഡിഗ്രിയിൽ 75% മേലെ നമുക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഇംഗ്ലീഷിൽ സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ IELTS ഒന്നും വേണമെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ IELTS നിർബന്ധമൊന്നുമല്ല നമുക്ക്. അതുപോലെ തന്നെ UK എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫണ്ട് നമ്മൾ തയ്യാറാക്കണം. കൂടാതെ സ്റ്റുഡൻറ് വിസയിൽ ആഴ്ചയിൽ 20 മണിക്കൂർ പാർട്ട് ടൈം ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കാനും നമുക്ക് പറ്റും. ഇനി രണ്ടാമത്തെ ഒരു രാജ്യം എന്ന് പറയുന്നത് കാനഡയാണ്. കാനഡ സ്റ്റുഡൻറ് വിസ. വിദ്യാർത്ഥികൾ പോകാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു പ്രധാന രാജ്യമാണ് കാനഡ എന്ന് പറയുന്നത്. മികച്ച കോഴ്സുകൾ, ജീവിത രീതി, ജോലി സാധ്യത എന്നിങ്ങനെ നിരവധി കാരണങ്ങൾ ഇതിനുണ്ട്. കാനഡ നൽകുന്ന സ്റ്റഡി പെർമിറ്റ് വഴിയാണ് വിദേശ വിദ്യാർത്ഥികൾക്ക് കാനഡയിൽ വരാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ പഠനം കഴിഞ്ഞ് ജോലി നോക്കുന്നതിന് പോസ്റ്റ് സ്റ്റഡി വിസയും കാനഡ നൽകുന്നുണ്ട്. കോഴ്സിൻ്റെ കാലാവധിയാണ് സ്റ്റുഡൻറ് വിസയുടെ കാലാവധി. അത് കഴിഞ്ഞ് 3 മാസം കൂടി ഈ ഒരു രാജ്യത്ത് നമുക്ക് നിൽക്കാൻ പറ്റും. ഇതുകൂടാതെ ആഴ്ചയിൽ 20 മണിക്കൂർ നമുക്ക് പാർട്ട് ടൈം ചെയ്തിട്ടും നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇനി ഈ ഒരു ലിസ്റ്റിൽ മൂന്നാമതുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയ സ്റ്റുഡൻറ് വിസ. വളരെ സുതാര്യമായ വിസ നടപടികളുള്ള രാജ്യമാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. ഇവിടേക്ക് വരുന്ന വിദ്യാർത്ഥികൾക്ക് സബ് ക്ലാസ് 500 വിസയാണ് അനുവദിക്കുന്നത്. തിരഞ്ഞെടുക്കുന്ന കോഴ്സ് അനുസരിച്ചിട്ട് 4 മുതൽ 5 വർഷം വരെ നമുക്ക് ഈ ഒരു ഓസ്ട്രേലിയ സ്റ്റുഡൻറ് വിസയിൽ നമുക്ക് നിൽക്കാൻ പറ്റും. 4 ആഴ്ചയാണ് വിസ നടപടികൾ പൂർത്തിയാക്കാൻ വേണ്ട സമയം. അതുപോലെ തന്നെ പഠനത്തിന് ശേഷം പരിധിയില്ലാത്ത ജോലി ചെയ്യുവാനും സാധിക്കും. ഇനി നാലാമത്തെ ഒരു രാജ്യം എന്ന് പറയുന്നത് ന്യൂസിലാൻഡ് ആണ്. ന്യൂസിലാൻഡ് സ്റ്റഡി വിസ. ഫോറിൻ സ്റ്റുഡൻസിനെ സ്വാഗതം ചെയ്യുന്ന മറ്റൊരു രാജ്യമാണ് ന്യൂസിലാൻഡ് എന്ന് പറയുന്നത്. അംഗീകാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തുടർ പഠനം നടത്താൻ അനുവദിക്കുന്നതാണ് ഇവിടുത്തെ സ്റ്റുഡൻറ് വിസ. പഠനത്തിന് ശേഷം പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ വഴി ജോലി കണ്ടെത്താനും സാധിക്കും. അതിനും നമുക്ക് പെർമിഷൻ ഉണ്ട്. തിരഞ്ഞെടുക്കുന്ന കോഴ്സ് അനുസരിച്ച് 4 വർഷം വരെ ഓസ്ട്രേലിയൻ ന്യൂസിലാൻഡ് വിസ ലഭിക്കും. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന ഓഫർ ലെറ്റർ, അതുപോലെ തന്നെ ഈ ഒരു രാജ്യത്ത് താമസിക്കാൻ വേണ്ട ഫണ്ട്, ഇതൊക്കെ ഉണ്ടെന്ന് തെളിയിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ലാംഗ്വേജ് ടെസ്റ്റിൻ്റെ കോപ്പീസ് വേണ്ടി വരുന്ന ഇവർ പറയുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നാലാമത്തെ രാജ്യമായിട്ടുള്ള ന്യൂസിലാൻഡിൻ്റെ ഡീറ്റെയിൽസ്. ഇനി 5ാമത്തെ രാജ്യം, ഏറ്റവും ലാസ്റ്റുള്ള രാജ്യം എന്ന് പറയുന്നത് ജർമ്മനിയാണ് കേട്ടോ. ജർമ്മനി സ്റ്റുഡൻറ് വിസ. ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്ന രാജ്യമാണ് ജർമ്മനി എന്ന് പറയുന്നത്.
കുറഞ്ഞ ചെലവ്, മികച്ച കോഴ്സുകൾ എന്നിങ്ങനെ നിരവധി കാരണങ്ങളുണ്ട്. ശരാശരി 25 ദിവസമാണ് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് വിസ പ്രോസസ്സിങ്ങിനായിട്ട് എടുക്കുന്ന സമയം എന്ന് ഇവർ പറയുന്നുണ്ട്. കൂടാതെ ഈ ഒരു വിസയുടെ ഈ ഒരു ഡ്യൂറേഷൻ, ഈ ഒരു വാലിഡിറ്റി കഴിയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റ് വിസ റിന്യൂവൽ എന്ന പേരിൽ 9 മാസം വരെ വിസ നീട്ടിയെടുക്കാൻ നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ജർമ്മനി സ്റ്റുഡൻറ്റ് വിസ. ഈ ഒരു 5 വിസകൾ, ഈ ഒരു 5 സ്റ്റുഡൻറ്റ് വിസകൾ അല്ലെങ്കിൽ ഈ ഒരു 5 രാജ്യങ്ങളാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ഫോറിൻ രാജ്യത്തേക്കൊക്കെ സ്റ്റഡീസിനായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുക. ആൻഡ് ഇതുപോലുള്ള ഡീറ്റെയിൽസ്, അതായത് സ്റ്റുഡൻറ്റ് വിസാസ്, ജോബ് ഇൻഫർമേഷൻസ്, വിസ ഇൻഫർമേഷൻസ്, ട്രാവൽ വിസ ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് അറിയാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ദയവായിട്ട് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി എന്തായാലും അടുത്തൊരു ഇൻഫർമേഷനായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ആൻഡ് ഫൈനലി, ഇറ്റ്സ് മീ ശ്യാം. ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ won't disappoint you, and thanks for watching.